നെക്സ്റ്റ് ടോപ്പിക്ക് ഇന്റർവെൽ ആസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതായത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആയിട്ട് നമുക്ക് ഇന്റർവെലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു ആർ ആൻഡ് എ ലെസ് ദാൻ ബി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയും ബിയും എന്താണ്, റിയൽ നമ്പേഴ്സിലുള്ളവരാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ബിലോങ്സ് ടു എന്ന് പറയുന്ന ഒരു സൈൻ അവിടെ യൂസ് ചെയ്തേക്കുന്നത്. എയും ബിയും എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ആൻഡ് എ ലെസ് ദാൻ ബി, അതായത് ബിയെയും കാട്ടി ചെറുതാണ് എ. അതായത് ബി എന്ന് പറയുന്നത് വലുതും എ എന്ന് പറയുന്നത് എന്താണ്, ചെറുതുമായിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ദെൻ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, എങ്കിൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിനെ സെറ്റ് ബിൽഡർ ഫോമിലായിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് എക്സ് വരാഞ്ഞത്? എക്സും വൈ നിങ്ങൾ ബോധരേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. എക്സ് വേണമെങ്കിൽ എക്സ് എഴുതാം, വൈ വേണമെങ്കിൽ വൈ എഴുതാം. സ്മോൾ ലെറ്റർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി. അതായത് വൈ എന്ന് പറയുന്നത് ബിയെയും കാട്ടി ചെറുതും എയും കാട്ടി വലുതും അങ്ങനെയുള്ള റിയൽ നമ്പറിന്റെ ഒരു സെറ്റാണ്. ഈസ് കോൾഡ് ഓപ്പൺ ഇന്റർവെൽ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി. അതായത് നമ്മുടെ ഈ റിയൽ നമ്പേഴ്സ് ഇല്ലേ, അതിനെ നമ്മൾ ഓപ്പൺ ഇന്റർവെല്ലാണ് എഴുതുന്നത്. ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓപ്പൺ എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ ഇറ്റ് ഈസ് എന്താണ്, ഓപ്പൺ ഇന്റർവെൽ എന്ന് നമ്മൾ പറയുന്നു. ഇത് നിങ്ങൾക്ക് പറയുമ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ലായിരിക്കും, പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നുകൂടി മനസ്സിലാകും. കാരണം ഇത്ര എക്സ്പ്ലനേഷൻ ഒന്നും ഇതിന് വേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണേ. നെക്സ്റ്റ് നോക്കാം. ദ ഇന്റർവെൽ വിച്ച് കണ്ടെയ്ൻ ദ എൻഡ് പോയിന്റ് ഈസ് ഓൾസോ കോൾഡ് ക്ലോസ്ഡ് ഇന്റർവെൽ. അതായത് എൻഡ് പോയിന്റ് വരുന്നത് ഇവിടെയും എന്താണ്, എയും ബിയും എന്താണ്, റിയൽ നമ്പേഴ്സ് ആണ്. ആൻഡ് എ എന്താണ്, ലെസ് ദാൻ ബി ആണ്. ബിയെയും കാട്ടി ചെറുതാണ് എ എന്ന് പറയുന്നത്. എങ്കിൽ അവിടുത്തെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം ഞാനിവിടെ എഴുതുന്നത് സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് വരും. ഇവിടെ എയും ബിയും എന്താണ്, എൻഡ് പോയിന്റ് ആണ്. അതിനപ്പുറത്തോട്ട് എന്താണ്, ആരുമില്ല. എയുടെ അപ്പുറത്തോട്ടും ആരുമില്ല, ബിയുടെ അപ്പുറത്തോട്ടും ആരുമില്ല. ഓക്കെ, എയും ബിയും ആണ് ഇവിടെ എൻഡ് പോയിന്റ്. ഇവിടെ എൻഡ് പോയിന്റ് ആണെന്ന് വരെ നമ്മൾക്ക് കാണിച്ചു തരുന്ന ആരാണ്, ഈ ഈക്വൽ ടു ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി. ഇതിനെ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും, ആ രണ്ട് റിയൽ നമ്പേഴ്സ് എഴുതുക, എന്നിട്ട് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇതിനെ കാണിക്കുന്നതാണ് ക്ലോസ്ഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി. ഇനി ഇതെന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ക്ലോസ്ഡ് ഇന്റർവെൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി. അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, രണ്ടിടത്തും എന്താണ്, ക്ലോസ്ഡ് ആണ്. എയും ക്ലോസ്ഡ് ആണ്, ബിയും എന്താണ്, ക്ലോസ്ഡ് അല്ലേ, രണ്ടും ക്ലോസ്ഡ് ആണ്. സോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ക്ലോസ്ഡ് ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് വരും. ഞാൻ പറഞ്ഞില്ലേ വൈയും എക്സും ഒന്നും നിങ്ങൾ ബോധരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഇനി നെക്സ്റ്റ് നോക്കി, ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി. എ ഓപ്പൺ ആണ്, ബി എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് ആണ്. സോ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ വരും, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ഓപ്പൺ ആണ്, സോ ലെസ് ദാൻ മാത്രമേ കൊടുത്തോളൂ. ഓക്കെ, എക്സ് ബി എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് ആണ്, സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് കൊടുത്തു. അടുത്ത എങ്ങനെയാ നോക്കിയേ, എ ക്ലോസ്ഡ് ആണ്, ബി ഓപ്പൺ ആണ്. എ ക്ലോസ്ഡ് ആയതുകൊണ്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇവിടെ ബി എന്താണ്, ഓപ്പൺ ആണ്, സോ ലെസ് ദാൻ ബി. ഇവിടെ എന്താണ്, രണ്ടും ഓപ്പൺ ആണ്, സോ രണ്ടും എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സെറ്റ് നമ്മൾ എഴുതുമ്പോൾ എയും ബിയും കൂടി നമ്മൾ എഴുതും, കാരണം എയും ബിയും ക്ലോസ്ഡ് ആണ്. അടുത്ത സെറ്റ്, ഈ ഒരു സെറ്റ് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോഴാണ്. ഓക്കെ, റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ എ എന്ന് പറയുന്നത് എഴുതില്ല, കാരണം എ എന്താണ്, ഓപ്പൺ ആണ്, അതങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. പക്ഷേ ബി നമ്മൾ എഴുതും, കാരണം ബി ഇവിടെ എന്താണ്, ക്ലോസ്ഡ് ആണ്, ലെസ് ദാൻ ഒരു ഈക്വൽ ടു വരുന്നുണ്ട്, ക്ലോസ്ഡ് ആണ്. അപ്പം ബി നമ്മൾ ആ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും, ബിയും കൂടി നമ്മൾ എഴുതും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ഇന്റർവെൽ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും റോസ്റ്റർ ഫോമിൽ എഴുതാനും ചോദിക്കും. ഇപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഇന്റർവെൽ ഫോമിൽ എഴുതാനാണ്. ഇന്റർവെൽ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്താണ്, ഒരു റിയൽ നമ്പർ ആണ്. എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആണ്. ആ എക്സ് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ
or equal to x less than 7 ആണ്. അപ്പം a less than or equal to x less than b എന്ന് പറയുന്ന ഫോമിലല്ല കിടക്കുന്നത്, റിയൽ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഇന്റർവെൽ ഫോമിൽ നമുക്ക് എഴുതാൻ കഴിയുമെന്ന് മനസ്സിലായി. അപ്പൊ ഇന്റർവെൽ ഫോമിൽ എങ്ങനെ എഴുതുന്നേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു, ഇവിടെ എന്താണ് ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. എയും ബിയും ആരാണെന്ന് നമുക്ക് ഫസ്റ്റ് എഴുതാം. എ എന്ന് പറയുന്ന ആരാണ്? 0, ബി എന്ന് പറയുന്ന ആരാണ്? 7. സോ 0,7 നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇന്റർവെൽ ഇട്ട് കൊടുക്കാം. ഏത് ഇന്റർവെൽ എവിടെ വരുമെന്ന്. ഇവിടെ എന്താ വന്നേ? ക്ലോസ്ഡ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു. സോ എന്താണ്? 0 അവിടെ വെച്ചാൽ അത് ക്ലോസ് ആവുകയാണ്. ഓക്കെ, ഇനി അടുത്ത ആരാണ്? 7 ആണ്. 7 അവിടെ ക്ലോസ്ഡ് ആണോ? അല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. സോ അപ്പം അതെന്താണ്? ഓപ്പൺ ആണ്. അപ്പം ഇതിന്റെ ഇന്റർവെൽ ഫോം നമ്മൾ എഴുതി. ഓക്കെ, ഇനി അടുത്തതിന്റെ ഇന്റർവെൽ ഫോം നമുക്ക് എഴുതി നോക്കാം. പറഞ്ഞേ, ഇവിടെ എന്താണ്? എയും ബിയും എഴുതാം നമുക്ക്. 3,4. എയും ബിയും നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ കഴിയും. ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ കഴിയും. കാരണം എന്താണ്? രണ്ടിടത്തും ലെസ് ദാൻ ഓർ ഈക്വൽ ടു. രണ്ടിടത്തും എന്താണ്? 3യുടെ അവിടെയും ക്ലോസ്ഡ് ആണ്, 4ന്റെ അവിടെ എന്താണ്? ക്ലോസ്ഡ് ആണ്. സോ ഈ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ഇടുക. അതായത് ക്ലോസ്ഡ് ഇന്റർവെൽ 3,4 എന്ന് നമ്മൾ ഇതിനെ വായിക്കും. ഇതിനെയോ ഓപ്പൺ ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ 0, ഓപ്പൺ ഇന്റർവെൽ 7 എന്നാണ് ഇതിനെ വായിക്കുന്നത്. റൈറ്റ് ദ ഫോളോയിങ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഇന്റർവെൽ ഫോമിൽ തന്നിരിക്കുന്നതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മേളിലത്തെ കണ്ടല്ലോ, അപ്പൊ പിന്നെ നമുക്ക് എളുപ്പം എന്താ ഇതും ചെയ്യാൻ കഴിയും. നോക്കിക്കേ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. എക്സ് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഇന്റർവെൽ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ഇന്റർവെൽ ഫോമിൽ കിടക്കുന്ന എല്ലാം എന്താണ്? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്ലോസ്ഡ് ആണ്. -2 എന്താണ്? ക്ലോസ്ഡ് ആണ്. സോ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇവിടെ 7 എന്താണ്? ഓപ്പൺ ആണ്. ഓപ്പൺ ആണ്. സോ ലെസ് ദാൻ 7. ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ 3,4 ഓപ്പൺ ഇന്റർവെൽ 3,4ന്റെ സെറ്റ് ബിൽഡർ ഫോം നിങ്ങൾ തന്നെ എഴുതി നോക്കിയേ. ഓക്കെ, നെക്സ്റ്റ് യൂണിവേഴ്സൽ സെറ്റ്. ദ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്. അതായത് എല്ലാ സബ്സെറ്റുകളുടെയും ഒരു സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ എന്നുള്ള വാക്ക് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാലോ എല്ലാ അതിനകത്തുണ്ട്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ യു. ക്യാപിറ്റൽ യു വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ 2 സെറ്റുകൾ എടുത്തു. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഞാൻ എടുത്തു. ഈ 2 സെറ്റും ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു വലിയ സെറ്റിൽ നിന്നാണ്. ഈ ഒരു വലിയ സെറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? യൂണിവേഴ്സൽ സെറ്റ്. അപ്പം ഈ വലിയ സെറ്റിൽ നിന്നല്ലേ ഞാൻ ഇത് രണ്ടും എടുത്തത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എയും ബിയും എന്തിന്റെ സബ്സെറ്റ് ആണ്? യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. കാരണം എയിലുള്ള എല്ലാ എലമെന്റ്സും ഈ യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, ബിയിലുള്ള എല്ലാ എലമെന്റ്സും എന്താണ്? ഈ യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, എയിലുള്ളയും ബിയിലുള്ളയും എലമെന്റ്സ് കൂടാതെ യൂണിവേഴ്സൽ സെറ്റിൽ വേറെയും എലമെന്റ്സ് കാണാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് ഡയഗ്രാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ സെറ്റുകളുടെ റിലേഷൻഷിപ്പ് ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ഈ വെൻ ഡയഗ്രാംസ് എന്ന് വരാൻ കാരണം ജോൺ വെൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ വെൻ ഡയഗ്രാംസ് എന്ന് കൊടുക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റെക്ടാങ്കിൾ ആൻഡ് എ ക്ലോസ്ഡ് കർവ്, യൂഷ്വലി സർക്കിൾ. ഇതെന്താണ്? ഇതിനകത്തൊരു റെക്ടാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ഡ് കർവ്. ആ ക്ലോസ്ഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്? സർക്കിൾസ് ആണ്. റെക്ടാങ്കിൾസും സർക്കിൾസും അടങ്ങിയിട്ടുള്ളൊരു ഡയഗ്രാമാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് യൂഷ്വലി ബൈ റെക്ടാങ്കിൾ. ഇതിനകത്തെ ഈ റെക്ടാങ്കിളിലെ നമ്മൾ നേരത്തെ പറഞ്ഞ റെക്ടാങ്കിൾ ആണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് സബ്സെറ്റ്സ് ബൈ സർക്കിൾ. യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ് എന്ത്? ഈ സർക്കിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു യൂണിവേഴ്സൽ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് പറഞ്ഞേ? 10, 5. അതായത് ഈ റെക്ടാങ്കിളിന്റെ അകത്ത് കിടക്കുന്ന ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതെല്ലാം എഴുതണം. ഈ റെക്ടാങ്കിളിന്റെ അകത്തും സർക്കിളിന്റെ അകത്തും. ഓക്കെ, വെളിയിലുള്ള കാര്യമല്ല നമ്മൾ പറയുന്നത്. ഈ യൂണിവേഴ്സൽ സെറ്റ്, ഈ ഒരു ഫുൾ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. സോ നമ്മൾ എന്താണ്? ഫുൾ എലമെന്റ്സ് എഴുതാം. യൂണിവേഴ്സൽ സെറ്റിൽ ആരൊക്കെ ഉണ്ട്? 5, 2, 4, 6, 8.
ഓക്കെ, സർക്കിളിൽ കിടക്കുന്നത് കൊണ്ട് അത് യൂണിവേഴ്സൽ സെറ്റ് ഒന്നല്ല. ഈ ഒരു ഫുൾ റെക്ടാങ്കിളിൻ്റെ അകത്ത് ഏതൊക്കെ സർക്കിൾ ഉണ്ടോ ആ സർക്കിളിൻ്റെ അകത്ത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതെല്ലാം, സർക്കിളിൻ്റെ അകത്തും വെളിയിലും ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതെല്ലാം എന്താണ് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതാണ്. ഇനി ഈ ഒരു യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് അല്ലേ എ എന്ന് പറയുന്നത്? കാരണം എ നമ്മൾ എഴുതിയേ, എ എന്ന് പറയുമ്പോൾ ഈ സർക്കിളിൻ്റെ അകത്ത് മാത്രം ഉള്ള ആൾക്കാർ 2, പറഞ്ഞേ 2,6,8. ഓക്കെ, എ നോക്കിയേ, എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. സോ എ എന്ന് പറയുന്നത് എന്തിന്റെ സബ്സെറ്റ് ആണ്? യൂണിവേഴ്സൽ സെറ്റിന്റെ, യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സർക്കിൾസിനെ സബ്സെറ്റ് ആയിട്ടും റെക്ടാങ്കിൾസിനെ യൂണിവേഴ്സൽ സെറ്റുമായിട്ടാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് സെറ്റ് എ, ബി ആൻഡ് യൂണിവേഴ്സൽ സെറ്റ് യു. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റടുത്ത് ഒരു സർക്കിളേ ഉള്ളായിരുന്നു, ഇവിടെ 2 സർക്കിൾ വന്നു. പേടിക്കാനൊന്നുമില്ല. യു എന്ന് പറയുന്നത് എന്താണ്? ഈ റെക്ടാങ്കിളിന്റെ അകത്ത് കിടക്കുന്ന എല്ലാ എലമെന്റ്സും, റെക്ടാങ്കിളിന്റെ സർക്കിളിന്റെ അകത്ത് കിടക്കുന്ന എല്ലാ എലമെന്റ്സും. ഓക്കെ, അപ്പം റെക്ടാങ്കിളിന്റെ അകത്ത് കിടക്കുന്ന നമുക്ക് ഫസ്റ്റ് എഴുതാം ജിയും എച്ചും. ഓക്കെ, ജി, എച്ച്, ഇനി സർക്കിളിന്റെ അകത്ത് കിടക്കുന്ന എഴുതാം എഫ്, ഇ, ഡി. പറഞ്ഞേ പിന്നെ ആരാണ്? ഓക്കെ, എ, ബി, സി. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? സബ്സെറ്റുകൾ എഴുതാം. ഈ ഒരു യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകൾ ആരാണ്? സർക്കിൾസ് ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആ സർക്കിൾസ് ആരാണ്? ഒരു സർക്കിൾ എയും അടുത്ത സർക്കിള് ബിയും. അപ്പം എയിൽ ഉള്ള സെറ്റ് ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. അങ്ങനെയാണ് നമ്മൾ എ കണ്ടുപിടിക്കുന്നത്. എയിലുള്ള സെറ്റ് ആരൊക്കെയാണ്? ഈ സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്രയും പോർഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും പോർഷൻ ഇവിടെ ഇന്റർസെക്ട് ചെയ്തെന്ന് എഴുതി അത് നിങ്ങൾ എഴുതാതിരിക്കരുത്. ഓക്കെ, ഈ സർക്കിൾ ആണ് നമ്മുടെ സബ്സെറ്റ്. സോ ഈ സർക്കിളിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാവരെയും എഴുതണം. ഇ, എഫ്, ഡി. അപ്പൊ എയിൽ ആരൊക്കെ ഉണ്ട്? ഇ, എഫ്, ഡി. ഓക്കെ, ഇനി അടുത്ത ബി എടുക്കാം. ബി ഈക്വൽ ടു, ബിയിൽ ആരൊക്കെ ഉണ്ട്? ബിയിലുള്ള എല്ലാ എലമെന്റ്സും, ബി എന്ന് പറയുന്ന ഈ ഒരു സർക്കിളിലുള്ള എല്ലാ എലമെന്റ്സും. അപ്പൊ ആരാണ്? ഡി, എ, ബി, സി. ഓക്കെ.